നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഡിവിഷൻ അങ്കണത്തിലായിരുന്നു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ സർക്കുലറിന്റെ ഭാഗമായി സാധന സാമഗ്രികളുടെ വാങ്ങലും സംഭരണവും വിതരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. ഇരുട്ടിലമരുന്ന ആലപ്പുഴ ബീച്ചിനെ സംരക്ഷിക്കാൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഭീതിയോടെയാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നത്. തെരുവുനായ ശല്യവും ഇരുട്ടിന്റെ മറവിലുള്ള മോഷണവും ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികളെ എന്ന പോലെ വ്യാപാര സ്ഥാപനങ്ങളെയും സാരമായി ബാധിക്കുന്നതായും പരാതി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA തുകയിൽ 20% ഉടൻ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിക്കുക, ബാങ്കിലെ ജീവനക്കാരുടെ കുറവിന് അടിയന്തര പരിഹാരം കാണുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറിയും കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പ്രക്ഷോഭത്തിലേക്ക് പോകുമ്പോഴും ജീവനക്കാർ അവരുടെ താല്പര്യം ഈ ബാങ്കിന്റെ നിലനിൽപ്പും ഇതിന്റെ ഇടപാടുകാരുടെ താല്പര്യവുമാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സമരമുഖത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഒരു വലിയ കൂട്ടായ്മ എന്ന് നമുക്ക് പറയാവുന്ന കേരള ബാങ്ക് എന്തൊരു അധോഗതിയിലേക്ക് പോകുന്ന അവസ്ഥയാണെന്നുള്ളത്. കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യമാകെ ജനസംഖ്യ എടുക്കുമ്പോൾ 140 കോടിയിലപ്പുറം. പക്ഷേ കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിൽ ഉണ്ടാകാത്ത അതിഗൗരവതരമായ തൊഴിലില്ലായ്മ. എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് P. മണിക്കുട്ടൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ PS. സന്തോഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. K. രാജീവൻ, സലീം, VS. അനിൽകുമാർ, H. നാരായണൻ, K. ശശീന്ദ്രൻ, MV. സുനിൽകുമാർ, H. ഷബീന, B. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം MJ ജേക്കബ് ധർണയ്ക്ക് സ്വാഗതവും PA. വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. PSC നിയമന നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അടിയന്തര തീരുമാനം കൈക്കൊള്ളുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 30, 31 തീയതികളിലായി എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദ്വിദിന പണിമുടക്ക് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ ധർണയിൽ കൂട്ടിച്ചേർത്തു. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അഭിപ്രായപ്പെട്ടു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ തത്സമയ പ്രശ്നോത്തരി മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KG രാജേശ്വരി. വായിച്ചു വളരാം, സമ്മാനം നേടാം തത്സമയ പ്രശ്നോത്തരിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 150-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS. സുമേഷ്, പ്രധാന അധ്യാപിക KS. ജ്യോതികുമാരി, അധ്യാപിക PK. കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ ക്വിസ് അവതരിപ്പിച്ചു. മീഡിയ മാധ്യമം സർക്കാരിന്റെ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കാം, വിവിധ മീഡിയകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു
ഒരു ഡ്യൂട്ടിയാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. നമ്മൾ കേരള സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ വാർത്തകളും സർക്കാരിൻ്റെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഡിവിഷൻ അങ്കണത്തിലായിരുന്നു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ 2019 ജൂലൈ 1 മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി ഡിവിഷൻ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗം എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. പകുതി പെൻഷനാണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് വളരെ ദയനീയമാണ്. നമ്മുടെ ഗവൺമെൻറ്റിന് ഇത് ശരിയായി പഠിക്കാനോ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇവിടെ നമ്മളുടെ പ്രോബ്ലംസ് മിക്കവാറും എല്ലാം തന്നെ നമ്മളെ നേരത്തെ മുൻ പ്രസംഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ചെയ്യാനുള്ളത് ഈ സമരം, ഈ സംയുക്ത സമരസമിതിയുടെ ഈ സമരം യാതൊരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല. നമ്മളത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയേ പറ്റും. ഇവിടെ ആകുമ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ 24 മണിക്കൂറും സർവീസ് നടത്തിയിരുന്ന നമ്മൾ. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി പി മുകുന്ദൻ വിശദീകരണ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. 10 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ തങ്ങളുടെ പെൻഷൻ പരിഷ്കരണത്തിൽ തീരുമാനമായില്ല എങ്കിൽ തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റി ഹെഡ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വി ചന്ദ്രശേഖരൻ നായർ, കെ ജി ഭാസ്കരൻ നായർ, പി പ്രഭാകരൻ നായർ, ഒ കെ ചിത്രഭാനു, ബി ശകുന്തള, എച്ച് എം യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ സർക്കുലറിന്റെ ഭാഗമായി സാധന സാമഗ്രികളുടെ വാങ്ങലും സംഭരണവും വിതരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ സർക്കുലറിന്റെ ഭാഗമായി സാധന സാമഗ്രികളുടെ വാങ്ങലും സംഭരണവും വിതരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. ഭരണിക്കാവ്, തൈക്കാട്ടുശ്ശേരി, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ BDOമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നിവർക്കായാണ് പരിശീലന കളരി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് നഷ്ടങ്ങളുള്ള സ്ഥാപനമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നമുക്ക് ആനായിട്ട് തന്നെയാണ് നമുക്ക് ആ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നം. ഒരു മറുഭാഗം ആലോചിക്കുമ്പോൾ ചില ദോഷങ്ങൾ കാണാം. ചിലതൊന്നും നിങ്ങളോട് കാര്യം കൺവേ ചെയ്തത് മെറ്റീരിയൽ പ്രോജക്റ്റുമായ ഭാഗമായിട്ട് പ്രോജക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ എപ്പോഴും പ്രശ്നമായിരുന്നു. എല്ലാ പഞ്ചായത്തുകളും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന കളരിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. ജില്ലാ എഞ്ചിനീയർ ഷിൻസി ലൂക്കോസ്, ഭരണിക്കാവ് ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ R അനന്തു, ബേബി സുമിത, PR അജിത് കുമാർ, അമ്പലപ്പുഴ BDO ഹമീദ് കുട്ടി ആശാൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ S ശ്രീകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഇരുട്ടിലമരുന്ന ആലപ്പുഴ ബീച്ചിനെ സംരക്ഷിക്കാൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഭീതിയോടെയാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നത്. തെരുവുനായ ശല്യവും ഇരുട്ടിന്റെ മറവിലുള്ള മോഷണവും ബീച്ചിലേക്കെത്തുന്ന സഞ്ചാരികളെ എന്ന പോലെ വ്യാപാര സ്ഥാപനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഇരുട്ടിലമരുന്ന ആലപ്പുഴ ബീച്ചിനെ സംരക്ഷിക്കാൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഭീതിയോടെയാണ് ഇവിടെ സമയം ചെലവഴിക്കുന്നത്. തെരുവുനായ ശല്യവും ഇരുട്ടിന്റെ മറവിലുള്ള മോഷണവും ബീച്ചിലേക്കെത്തുന്ന സഞ്ചാരികളെ എന്ന പോലെ വ്യാപാര സ്ഥാപനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ടിപ്പോൾ.
നേരത്തെ ബീച്ചിലേക്കെത്തിയ വിദേശ സഞ്ചാരിയെ അടക്കം തെരുവുനായ കടിച്ചത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല ഇരുട്ടിന്റെ മറവിൽ ബീച്ചിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളടക്കം കുത്തിത്തുറന്ന് മോഷണവും മോഷണ ശ്രമങ്ങളടക്കം നടന്നതും വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ബീച്ചുകളിലൊന്നായ ആലപ്പുഴ ബീച്ച് ഇത്തരത്തിൽ ഇരുണ്ടുമൂടി കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തിലധികമായി എന്ന് പ്രദേശവാസികളും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. കുടുംബസമേതം വിശ്രമവേളകൾ ആനന്ദകരമാക്കാനായി മറ്റു ജില്ലകളിൽ നിന്നടക്കം ഇവിടേക്കെത്തുന്നവർ എത്രയും വേഗം മടങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളതെന്നും സഞ്ചാരികൾ പറയുന്നു. നേരത്തെ മുതൽ ആലപ്പുഴ ബീച്ചിൽ വരുമ്പോഴത്തേക്കും നല്ല പ്രകാശമായിരുന്നു, ഇരിക്കാനൊരു ഇതായിരുന്നു. ഇപ്പോൾ പട്ടിയുടെ ശല്യവും അതുപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇരുട്ടായത് കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നമുക്ക് വന്നാലും ഒന്നും ഇരിക്കാനുള്ള ഒരു സൗകര്യം തോന്നുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തന്നെ ആളുകൾ തമ്മിൽ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാക്കിയിരിക്കുവാണ്. ഇവിടുത്തെ ഒരു ലൈറ്റുകളും ഇപ്പം തെളിയുന്നില്ല. വർഷങ്ങളോളം വരുന്ന കടപ്പുറത്ത് എപ്പോൾ വന്നാലും എവിടെ പോയാലും പറയുന്ന ആലപ്പുഴ ബീച്ച് പോലെ ഒരു ബീച്ച് ഇല്ല എന്ന് തന്നെ പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെ. ഒന്നിലധികം ഹൈമാസ്റ്റ് ലൈറ്റുകൾ ബീച്ചിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാത്തതാണ് സഞ്ചാരികളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്. ഓഗസ്റ്റിൽ നെഹ്റു ട്രോഫി ജലോത്സവം കാണുവാനായി വിദേശികളടക്കം 100 കണക്കിന് ആളുകൾ കിഴക്കിന്റെ വെനീസിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും ആലപ്പുഴ ബീച്ചിലും തങ്ങളുടെ സമയം ചിലവഴിക്കാനായി എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തിയും അവർക്ക് ബീച്ചിനെ ആസ്വദിക്കാവുന്ന തരത്തിൽ ഇപ്പോഴത്തെ വൈദ്യുതി പ്രശ്നമടക്കമുള്ള ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ തന്നെ ലൈറ്റും ഇല്ല, ഭയങ്കര പട്ടിശല്യവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് രാത്രി ഒരു 6:30 ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബീച്ചിൽ. ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും പ്രദേശത്തെ വ്യാപാരികളും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വായന മനുഷ്യനെ മികച്ച സാമൂഹിക ജീവിയാക്കി മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശ്നോത്തരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഡിവിഷൻ അങ്കണത്തിലായിരുന്നു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ സർക്കുലറിന്റെ ഭാഗമായി സാധന സാമഗ്രികളുടെ വാങ്ങലും സംഭരണവും വിതരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. ഇരുട്ടിലമരുന്ന ആലപ്പുഴ ബീച്ചിനെ സംരക്ഷിക്കാൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന സഞ്ചാരികളുടെ ആവശ്യം ശക്തമാകുന്നു. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഭീതിയോടെയാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നത്. തെരുവുനായ ശല്യവും ഇരുട്ടിന്റെ മറവിലുള്ള മോഷണവും ബീച്ചിലേക്കെത്തുന്ന സഞ്ചാരികളെ എന്ന പോലെ വ്യാപാര സ്ഥാപനങ്ങളെയും സാരമായി ബാധിക്കുന്നതായും പരാതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.